നമസ്കാരം. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ ഇന്ന് കിടക്കുന്നത്, കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി. സത്യം പറഞ്ഞാൽ പരീക്ഷയ്ക്ക് മാത്രമല്ല, നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തിൽ പോലും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണിത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, നിങ്ങളൊരു കൂട്ടുകാരനു വേണ്ടി ലോണിന് ജാമ്യം നിന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ആർക്കെങ്കിലും വേണ്ടി ഒരു കോസൈനറായിട്ടുണ്ടോ? എങ്കിൽ ഒരുപക്ഷേ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളൊരു കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയുടെ ഭാഗമായിട്ടുണ്ടാകാം. അതുകൊണ്ടുതന്നെ ഇതിനു പിന്നിലെ നിയമം കൃത്യമായി മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ആദ്യം എന്താണ് ഗ്യാരണ്ടി എന്ന് സിമ്പിളായിട്ട് മനസ്സിലാക്കും. പിന്നെ ഒരു ഗ്യാരണ്ടി നിയമപരമാകാൻ വേണ്ട 4 പ്രധാനപ്പെട്ട റൂൾസ് ഏതൊക്കെയാണെന്ന് നോക്കും. അത് കഴിഞ്ഞ് ഒരു ജാമ്യക്കാരൻ്റെ, അതായത് ഷ്യൂറിറ്റിയുടെ ഉത്തരവാദിത്തം എത്ര വലുതാണെന്ന് കാണും. പക്ഷെ പേടിക്കേണ്ട, അവർക്കും നിയമം നൽകുന്ന ചില അവകാശങ്ങളുണ്ട്, അത് നമ്മൾ ചർച്ച ചെയ്യും. പിന്നെ എങ്ങനെ ബാധ്യതയിൽ നിന്ന് ഒഴിവാകാം എന്നും അവസാനം എക്സാമിന് എപ്പോഴും വരുന്ന ചോദ്യം, ഗ്യാരണ്ടിയും ഇൻഡെംനിറ്റിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കി നമുക്ക് ഈ വിഷയം ക്ലിയർ ആക്കാം. റെഡിയല്ലേ? അപ്പോൾ ശരി, നമുക്ക് ഏറ്റവും ബേസിക്കായ കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്താണ് ഒരു ഗ്യാരണ്ടി? എന്താണ് ഒരു കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി? ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ സെക്ഷൻ 126 പറയുന്നത് ഇങ്ങനെയാണ്: ഇതൊരു മൂന്നാമത്തെ ആൾ അയാളുടെ വാഗ്ദാനം പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ ആ വാഗ്ദാനം നിറവേറ്റാനോ അല്ലെങ്കിൽ അയാളുടെ ബാധ്യത തീർക്കാനോ ഉള്ള ഒരു കരാറാണ്. സിമ്പിളായി പറഞ്ഞാൽ സംഭവം ഇത്രയുള്ളൂ: എന്റെ ഫ്രണ്ട് പൈസ തന്നില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട, ആ കടം എന്റേതാണ്, ഞാൻ തന്നോളാമെന്ന് നിങ്ങൾ ബാങ്കിനോട് പറയുന്നൊരു ഉറപ്പില്ലേ? അതുതന്നെ. ഈ കരാറിൽ എപ്പോഴും 3 പേരുണ്ടാകും. ഒന്ന്, ക്രെഡിറ്റർ, അതായത് ആർക്കാണോ ഗ്യാരണ്ടി കൊടുക്കുന്നത്, പണം കടം കൊടുത്തയാൾ. 2, പ്രിൻസിപ്പൽ ഡെപ്റ്റർ, പണം കടം വാങ്ങിയ പ്രധാന വ്യക്തി. പിന്നെ ഷ്യൂറിറ്റി, അതായത് ഗ്യാരണ്ടി കൊടുക്കുന്ന ആ ജാമ്യക്കാരൻ. പക്ഷേ ഇവിടെയാണ് ട്വിസ്റ്റ്. ഇവിടെ 3 ആൾക്കാർ മാത്രമല്ല, 3 വ്യത്യസ്ത കരാറുകൾ കൂടിയുണ്ട്. ഒന്ന്, ക്രെഡിറ്ററും ഡെപ്റ്ററും തമ്മിലുള്ള പ്രധാന കടം. 2, ക്രെഡിറ്ററും ഷ്യൂറിറ്റിയും തമ്മിലുള്ള ഗ്യാരണ്ടി കരാർ. മൂന്നാമത്തേത്, ഡെപ്റ്ററും ഷ്യൂറിറ്റിയും തമ്മിലുള്ള ഒരു ഇംപ്ലൈഡ് കോൺട്രാക്റ്റ്. ഈ ഒരു ത്രികോണ ബന്ധമാണ് ഗ്യാരണ്ടിയെ മറ്റ് കരാറുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ശരി, അപ്പോൾ ഈ ഗ്യാരണ്ടി നിയമപരമായി നിലനിൽക്കണമെങ്കിൽ, അതായത് ലീഗലി വാലിഡ് ആകണമെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഒരു ചെക്ക് ലിസ്റ്റ് പോലെ നമുക്കിത് നോക്കാം. ഒരു ഗ്യാരണ്ടിക്ക് 4 കാര്യങ്ങൾ നിർബന്ധമാണ്. ഒന്നാമത്, ഒരു പ്രിൻസിപ്പൽ ഡെറ്റ് ഉണ്ടായിരിക്കണം, അതായത് നിയമപരമായി നിലനിൽക്കുന്ന ഒരു കടം വേണം. രണ്ടാമത്, കൺസിഡറേഷൻ. ഇവിടെ ഒരു രസമുണ്ട്. ജാമ്യം നിൽക്കുന്നയാൾക്ക്, അതായത് ഷ്യൂറിറ്റിക്ക്, പ്രത്യേകിച്ച് കാശൊന്നും പ്രതിഫലമായി കിട്ടണമെന്നില്ല. ആ കടം വാങ്ങുന്നയാൾക്ക് കിട്ടുന്ന ഗുണം തന്നെ മതിയായ കൺസിഡറേഷനായി നിയമം കണക്കാക്കും. മൂന്നാമത്തേത്, നോ മിസ്റെപ്രസെന്റേഷൻ. അതായത് ബാങ്ക് നിങ്ങളോട് ചില പ്രധാന വിവരങ്ങൾ മറച്ചുവെച്ചുകൊണ്ടാണ് നിങ്ങളെക്കൊണ്ട് ഒപ്പിടുവിച്ചതെങ്കിൽ ആ ഗ്യാരണ്ടിക്ക് ഒരു വിലയുമില്ല. നാലാമതായി, ഇന്ത്യയിൽ ഈ കരാർ എഴുതി തന്നെ കൊടുക്കണമെന്നൊന്നുമില്ല, വാക്കാലുള്ള ഉറപ്പായാലും മതി. ഓക്കെ, ഇപ്പം നമുക്ക് ഏറ്റവും സീരിയസ് ആയ കാര്യത്തിലേക്ക് വരാം. ഒരു ഷ്യൂറിറ്റി ആവുക എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് അതിന്റെ ഭാരം? എന്താണ് ആ ഉത്തരവാദിത്തത്തിന്റെ ആഴം? സെക്ഷൻ 128 വളരെ വ്യക്തമായി പറയുന്നു, ദ ലയബിലിറ്റി ഓഫ് ദ ഷ്യൂറിറ്റി ഈസ് കോ എക്സ്റ്റൻസീവ് വിത്ത് ദാറ്റ് ഓഫ് ദ പ്രിൻസിപ്പൽ ഡെറ്റർ. എന്താണ് ഈ കോ എക്സ്റ്റൻസീവ് എന്ന വാക്കിന്റെ അർത്ഥം? അതിനർത്ഥം കടം വാങ്ങിയ ആൾക്ക് നിയമപരമായി എന്ത് ബാധ്യതയുണ്ടോ അതിന്റെ ഒരു കോമയോ ഫുൾ സ്റ്റോപ്പോ മാറാതെ അതേ ബാധ്യത ഷ്യൂറിറ്റിക്കുമുണ്ട്. നോ ഡിഫറൻസ്. കടം 1 ലക്ഷമാണെങ്കിൽ ഷ്യൂറിറ്റിയുടെ ബാധ്യതയും 1 ലക്ഷം. പലിശയും പിഴപ്പലിശയും കൂട്ടി അത് 1.5 ലക്ഷമായാലോ? ഷ്യൂറിറ്റിയുടെ ബാധ്യതയും അപ്പോൾ 1.5 ലക്ഷമാകും. ഒരു മാറ്റവുമില്ല. ഈ ചാർട്ടിലേക്കൊന്ന് നോക്കിയേ, കണ്ടോ? പ്രിൻസിപ്പൽ ഡെപ്റ്ററിന്റെ ബാധ്യതയും ഷ്യൂറിറ്റിയുടെ ബാധ്യതയും ഒരേപോലെയാണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യാഘാതം എന്താണെന്ന് വെച്ചാൽ, കടം വാങ്ങിയ ആള് പൈസ കൊടുത്തില്ലെങ്കിൽ ബാങ്കിന് ആദ്യം അയാളെ പേരിൽ കേസ് കൊടുക്കാനൊന്നും നിൽക്കേണ്ട, നേരെ വന്ന് ജാമ്യക്കാരന്റെ മേൽ നടപടിയെടുക്കാം. ഇത്രയും വലിയൊരു ഉത്തരവാദിത്വമുള്ളതുകൊണ്ട് നിയമം വെറുതെ കൈയും കെട്ടി നോക്കി നിൽക്കില്ല. ഷ്യൂറിറ്റിക്ക് ചില അവകാശങ്ങളും നിയമപരമായ സംരക്ഷണവുമൊക്കെയുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായും ഡെപ്റ്ററിനെതിരെയും ക്രെഡിറ്ററിനെതിരെയും ഷ്യൂറിറ്റിക്ക് അവകാശങ്ങളുണ്ട്. ഡെപ്റ്ററിനെതിരെയുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് റൈറ്റ് ഓഫ് സബ്രോഗേഷൻ. അതായത് നിങ്ങൾ ആ കടം വീട്ടിക്കഴിഞ്ഞാൽ നിയമത്തിന്റെ കണ്ണിൽ നിങ്ങൾ ആ ബാങ്കായി മാറും. പണം തിരികെ പിടിക്കാൻ ബാങ്കിന് കടക്കാരനെതിരെ എന്ത് നടപടിയെടുക്കാമായിരുന്നോ അതെല്ലാം നിങ്ങൾക്കും ചെയ്യാം. ഇനി ക്രെഡിറ്ററിനെതിരെയുള്ള അവകാശമാണ് റൈറ്റ് ടു സെക്യൂരിറ്റീസ്. അതായത് ഈ കടത്തിനു വേണ്ടി ഡെപ്റ്റർ എന്തെങ്കിലും ഈട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഈടിന്മേൽ ഷ്യൂറിറ്റിക്കും അവകാശമുണ്ട്. ഇനി ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് എങ്ങനെയൊക്കെ നിയമപരമായി തലയൂരാം, അതാണ് ഡിസ്ചാർജ് ഓഫ് ഷ്യൂറിറ്റി. എപ്പോഴൊക്കെയാണ് ഒരു ഷ്യൂറിറ്റിയുടെ ബാധ്യത ഇല്ലാതാകുന്നത്? ഒരു ഷ്യൂറിറ്റിയുടെ ബാധ്യത ഇല്ലാതാകാൻ പല വഴികളുണ്ട്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വേരിയൻസ് ഇൻ കോൺട്രാക്ട് ടേംസ്. അതായത് നിങ്ങളുടെ സമ്മതമില്ലാതെ ബാങ്ക് ആ കടത്തിന്റെ പലിശയോ തിരിച്ചടവ് കാലാവധിയോ മാറ്റിയാൽ തീർന്നു, നിങ്ങളുടെ ബാധ്യത അവിടെ കഴിഞ്ഞു.
അതുപോലെ ക്രെഡിറ്റർ, അതായത് ബാങ്ക്, കടക്കാരനോട് നിങ്ങളിനി പണം തരണ്ട എന്ന് പറഞ്ഞ് അയാളെ കടത്തിൽ നിന്ന് ഒഴിവാക്കിയാൽ ഓട്ടോമാറ്റിക്കായി ജാമ്യം നിന്ന നിങ്ങളുടെ ബാധ്യതയും ഇല്ലാതാവും. ഗ്യാരണ്ടികൾ തന്നെ പ്രധാനമായും 2 തരത്തിലുണ്ട്. ഒന്ന്, സ്പെസിഫിക് ഗ്യാരണ്ടി. ഇത് ഒരു ഒറ്റ കാര്യത്തിന് മാത്രമുള്ളതാണ്. ഉദാഹരണത്തിന്, ഒരാൾ ഒരു ചാക്കരി കടം വാങ്ങുന്നതിന് നിങ്ങൾ ഗ്യാരണ്ടി നിൽക്കുന്നു. ആ പണം കൊടുത്തു കഴിഞ്ഞാൽ ഗ്യാരണ്ടി തീർന്നു. മറ്റേത് കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി. ഇതൊരു തുടർക്കഥ പോലെയാണ്. ഉദാഹരണത്തിന്, ഒരു പലചരക്ക് കടയിൽ നിന്ന് 1 വർഷത്തേക്ക് സാധനങ്ങൾ വാങ്ങുന്നതിനുള്ള ഗ്യാരണ്ടി. ഇത് നിങ്ങൾ നോട്ടീസ് നൽകി നിർത്തുന്നതുവരെ തുടർന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, ഫൈനൽ ലാപ്പിലേക്ക് കടക്കാം. പരീക്ഷയുടെ ഒരു ഹോട്ട് ടോപ്പിക്കാണിത്. മാത്രമല്ല, ഈ വിഷയം പൂർണ്ണമായും മനസ്സിലാക്കാൻ ഈ വ്യത്യാസം അറിഞ്ഞിരിക്കണം. ഗ്യാരണ്ടിയും ഇൻഡാംനിറ്റിയും തമ്മിലുള്ള വ്യത്യാസം. ഈ ടേബിൾ നോക്കൂ. ഇൻഡെംനിറ്റിയിൽ വെറും 2 പേരും ഒരു കോൺട്രാക്റ്റും മാത്രമേ ഉള്ളൂ. സിമ്പിൾ. പക്ഷേ ഗ്യാരണ്ടിയിലോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 3 പേര് 3 കോൺട്രാക്റ്റ്. ഇനി ലയബിലിറ്റിയുടെ കാര്യം നോക്കാം. ഇൻഡെംനിറ്റിയിൽ ബാധ്യത പ്രൈമറിയാണ്, എന്നാൽ ഗ്യാരണ്ടിയിൽ അത് സെക്കൻഡറിയാണ്. അതായത് കടക്കാരൻ മുങ്ങിയാൽ മാത്രം വരുന്നൊരു ബാധ്യത. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം. പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഈ ഒരൊറ്റ നമ്പർ ഓർത്താൽ മതി, 3. ഈ വിഷയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ. പരീക്ഷാ ഹാളിൽ ഓർത്തിരിക്കേണ്ട 3 കാര്യങ്ങൾ ഇവയാണ്. 1. ഗ്യാരണ്ടി എന്നാൽ 3 പാർട്ടികൾ 3 കരാറുകൾ. 2. ഷ്യൂരിറ്റിയുടെ ലയബിലിറ്റി എപ്പോഴും കോ എക്സ്റ്റെൻസീവാണ്, കടക്കാരന്റെ ബാധ്യതയുടെ തനിപ്പകർപ്പ്. 3. നിങ്ങളുടെ സമ്മതമില്ലാതെ കരാറിൽ ഒരു ചെറിയ വേരിയൻസ്, അതായത് മാറ്റം വരുത്തിയാൽ പോലും നിങ്ങളുടെ ബാധ്യത പൂർണ്ണമായി ഇല്ലാതാകും. ഈ 3 പോയിന്റ് കയ്യിലുണ്ടെങ്കിൽ ഈ ടോപ്പിക് സെറ്റാണ്. അപ്പോൾ ഒരു ജാമ്യക്കാരന്റെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും അവകാശങ്ങളെക്കുറിച്ചും റിസ്കുകളെക്കുറിച്ചുമൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായ ഒരു ധാരണ കിട്ടിക്കാണും. ഇനി പറ, ഈ അറിവ് വെച്ചുകൊണ്ട് നിങ്ങൾ ഒരാൾക്ക് വേണ്ടി ജാമ്യം നിൽക്കാൻ തയ്യാറാകുമോ? ഒന്നാലോചിച്ച് നോക്കൂ. അടുത്ത തവണ കാണാം.